എന്തോന്നടേ ഇത്? ഈ ജാസ്മിനും ഗബ്രിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു കുലുക്കവുമില്ല എന്ന രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. ഇതും ശരിക്കുമുള്ള ലവ് ആണോ അതോ ലവ് സ്ട്രാറ്റജി ആണോ അതോ ഇനിയും പ്രേക്ഷകരുടെ കയ്യിലെടുക്കാൻ വേണ്ടി ഇവർ വീണ്ടും ആ ഒരു നടനം നടിക്കുന്നതാണോ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. എന്തായാലും ലാലേട്ടൻ ഹിൻ്റ് കൊടുത്തു. അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഫാദർ വന്നിട്ട് ജാസ്മിനോട് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കാണും. അത് നമ്മളെ പൂർണ്ണമായിട്ടും കേൾപ്പിച്ചില്ല. എന്നാലും എന്തൊക്കെയോ ഹിൻ്റ് ഇവർക്ക് അറിയാം. അതുകൂടാതെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വൈൽഡ് കാർഡ് വന്നിട്ടുണ്ട്. വൈൽഡ് കാർഡ് അവർക്കൊരു ഹിൻ്റ് കൊടുത്തിട്ടുണ്ട്. സായി ആണെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടും ഇപ്പോഴാണെങ്കിൽ ഇവർക്ക് കയ്യിൽ പിടിക്കാതിരിക്കാനോ അങ്ങനെയുള്ള ഒന്നും പറ്റാതിരിക്കാനുള്ള ഒരു ഇതും പറ്റുന്നില്ല. ഇവർക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ജാസ്മിൻ ക്യാപ്റ്റനായ സമയത്ത് തന്നെ ജാസ്മിന് പവർ റൂമിൽ കയറാൻ പറ്റുന്നില്ല. എന്നാൽ ഗബ്രി ആവട്ടെ പവർ റൂമിലാണ് ഗബ്രി ഉള്ളത്. അപ്പോൾ ഗബ്രിക്കിപ്പം ജാസ്മിനെ കാണാനും പറ്റുന്നില്ല. ജാസ്മിനോട് നേരത്തെ ഇവർ രണ്ടും പവർ റൂമിലായിരുന്ന സമയത്ത് ഇവർക്ക് എപ്പോഴും കൈകോർത്ത് പിടിക്കുകയോ സംസാരിക്കുകയോ എന്തൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പം ജാസ്മിന് പവർ റൂമിൽ കയറാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇനി ശരിക്കുമുള്ള പ്രേമം തന്നെ ആണോ എന്താണെന്ന് അറിയുന്നില്ല. എന്തായാലും വൈകിട്ടാകുമ്പോഴത്തേക്ക് ജാസ്മിൻ്റെ കൈയൊന്ന് പിടിക്കണം, കുറച്ചേരം സംസാരിക്കണം. ഗബ്രി ഇനിയിപ്പം ശരിക്കും ഗെയിം കളിക്കാൻ വന്നതാണോ ഇനിയിപ്പം പുറത്തെ എന്തൊക്കെ നടന്നാലും കുഴപ്പമില്ല, ജാസ്മിനെ തന്നെ സ്വന്തമാക്കാമെന്നുള്ള രീതിയിലാണോ എന്താണെന്നറിയത്തില്ല. എന്തായാലും ഗബ്രി കോംബോ ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു കുലുക്കമില്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.